എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ ഉടൻ ഫോണിൽ വിളിക്കാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാവുകയും അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടക്ക ഫയലുകളിലേക്ക് ആദ്യം 895 എന്ന ഫയലിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ ഉടൻ ഫോണിൽ വിളിക്കുമെന്നാണ് നാം പറയുന്നത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ ഫയല് സ്വീകരിച്ച വ്യക്തികളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ വിളിക്കണമെന്നും ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരുപാട് ജീവിതം പങ്കുവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജീവിതയാത്രയ്ക്കിടയിൽ അപൂർവമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി വല്ലാതെ ചിറക് മുളച്ച് വന്നിരിക്കുന്നു. ആ വ്യക്തി തീർച്ചയായിട്ടും പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ഒപ്പം ഉണ്ടാകണം എന്ന് ഉള്ളതാണ്. തീർച്ചയായിട്ടും പക്ഷേ ആ വ്യക്തി നിങ്ങളെ ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇതുവരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ നിങ്ങളോട് ആഗ്രഹം തുറന്നു പറയുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഈ നിമിഷം തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഏറ്റവും മാക്സിമം സ്നേഹം വന്നു കഴിഞ്ഞു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളുണ്ട്. നിങ്ങളെ കൂടാതെ മറ്റൊന്നുമില്ല. ആ വ്യക്തിക്ക് ജീവിതത്തിൽ വേണ്ടപ്പെട്ട ആ വ്യക്തിയുടെ ഒന്നോ രണ്ടോ ആളുകൾ ആ വ്യക്തിക്ക് അതിന് പിന്നിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോട് തന്നെയാണ്. നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തിക്ക് വിളിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലല്ല, അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വിളിക്കും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ വിളിക്കാനുള്ള ഒരാഗ്രഹം ജനിച്ചു കഴിഞ്ഞു. ആ വ്യക്തി തീർത്തും ഇപ്പോൾ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരു ചമ്മൽ ഒരു പക്ഷേ ആ വ്യക്തിക്കുണ്ടാകാം, ഞാൻ എങ്ങനെ തുടങ്ങും എന്നുള്ളത്. പക്ഷേ അടുത്ത പോയിന്റിൽ, നെക്സ്റ്റ് ഘട്ടത്തിൽ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസമോ തൊട്ടടുത്ത ഒരു ഏറ്റവും അടുത്ത സമയത്തോ ആ വ്യക്തിയുടെ കോള് നിങ്ങൾക്ക് വന്നിരിക്കും. കാരണം ആ വ്യക്തിക്ക് വിളിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോഴായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയപ്പെടുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആ സമയത്ത് അറിയും. അടുത്തതായിട്ട് ഈ സംഖ്യ ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആ വ്യക്തി നിങ്ങളോട് ഒരു രീതിയിലും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലല്ല. ആ വ്യക്തി തൻ്റെ വികാരങ്ങളെ, ഇഷ്ടങ്ങളെ അടക്കി വച്ചിരിക്കുകയാണ്. ആ വ്യക്തിക്കത് തുറന്നു പറയാൻ ഇനിയും മനസ്സ് വന്നിട്ടില്ല. തുറന്നു പറയാൻ ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ളൊരു ചോയ്സും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ വ്യക്തി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ഇതുവരെ തുറന്നു പറയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, തുറന്നു പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പലതും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വാക്കോ പ്രവൃത്തിയോ ആയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വെറുപ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അതറിയാൻ കഴിയാത്തത് വല്ലാത്ത ഒരു അകൽച്ചയായിട്ട് മാറുകയാണ്. എങ്ങനെ നിങ്ങളോട് പറയണം, എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പോലുമുള്ള ഒരു ധാരണ ആ വ്യക്തിക്കില്ല. ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആ വ്യക്തിയിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകൾ. അത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ ആ വ്യക്തിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില ആളുകൾ. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ആ വ്യക്തി വിശ്വസിക്കുകയും പിന്നീട് ആ വ്യക്തി അത് ശ്രദ്ധിക്കാതെ നിങ്ങളെ ഏറ്റവും മാക്സിമമായി സ്നേഹിക്കുകയും നിങ്ങളെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഫോണിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ചില ആളുകൾ അത് നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം
ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ആ വ്യക്തിയുടെ അടുത്ത് തന്നെയുണ്ട്. അവർ ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ ഉപദേശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ ഉപദേശിക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. പക്ഷേ അങ്ങനെ അവർ പറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചില വ്യാജമായ കാര്യങ്ങൾ ആ വ്യക്തി തൽക്കാലം വിശ്വസിക്കുകയും നിങ്ങളെ വിളിക്കണ്ട എന്ന് കരുതുകയും ചെയ്യും. പക്ഷേ ഉടൻ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് മാറുകയും ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുകയും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ വ്യക്തിയിൽ ആ മാറ്റങ്ങൾക്ക് സമയമായി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കും. തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനൊരു ഘട്ടം കൂടിയുണ്ട്. ആ ഘട്ടം ഒരുപക്ഷെ വളരെ അടുത്തായിരിക്കാം. ഇപ്പോഴാ വ്യക്തി നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ ആ വ്യക്തിയുടെ അടുത്ത് തന്നെയുള്ള ആളുകളുണ്ട്. അത് താൽക്കാലികമായി വിജയിക്കും. പക്ഷേ തൊട്ടടുത്ത ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ആ വ്യക്തിയുടെ ഒരു കോള് നിങ്ങൾക്ക് വരും. പക്ഷേ അത് വലിയ ആഗ്രഹത്തിലായിരിക്കും ആ വ്യക്തി വിളിക്കുന്നത്. വലിയ താല്പര്യത്തിലായിരിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മറുപടികളും വാക്കുകളും കേൾക്കുമ്പോൾ അത് ബോധ്യപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.